ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഇന്ന് 14 ചോദ്യങ്ങളാണ് റഫറൻസിൽ രാഷ്ട്രപതി ഉന്നയിച്ചിരിക്കുന്നത്. റഫറൻസിൽ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കേരളമടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമാണ്. വിഷ്ണു തലാവൂർ ചേരുകയാണ്. വിഷ്ണു, എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, ഈ രാഷ്ട്രപതിയുടെ റഫറൻസിന്മേൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങളും അവരുടെ തീർപ്പും എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഇത്തരത്തിൽ സുപ്രീം കോടതിക്ക് നൽകിയിരുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഗവർണർമാരടക്കം ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയായിരുന്നു രാഷ്ട്രപതി അത് ചോദ്യം ചെയ്തുകൊണ്ടും ഇത്തരത്തിൽ 14 ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ഉന്നയിച്ചത്. എന്തായാലും അതിൽ വിശദമായിട്ടുള്ള ഒരു വാദം തന്നെയായിരുന്നു സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് കേട്ടത്. ഇന്നിപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കാണ് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത്. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പല ബില്ലുകളും ഗവർണർമാർ കാലങ്ങളോളം പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരളം, തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളൊക്കെ ഇത്തരത്തിൽ ഗവർണർമാർ ബില്ലുകൾ പാസ്സാക്കാതെ അല്ലെങ്കിൽ ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്ന സമീപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും രാഷ്ട്രപതി തന്റെ റഫറൻസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ സമയപരിധി നിശ്ചയിക്കാൻ കഴിയുകയില്ല എന്നത് തന്നെയാണ് രാഷ്ട്രപതി ഭവൻ മുന്നോട്ട് വെച്ചിട്ടുള്ള വാദം എന്ന് പറയുന്നത്. ഈ ഒരു വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇന്ന് വ്യക്തമാക്കുക. ഷമി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.